കൂടുതലും സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ടിഫിൻ ബോക്സിലായാലും ലഞ്ചിനായാലും അതുപോലെ ഡിന്നറിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കൊറിയാണ്ടർ റൈസും ബട്ടർ ഗാർലിക് മഷ്റൂമാണ് ഇന്നത്തെ മെനു. അപ്പോൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ബട്ടറും ഓയിലും ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കുറച്ച് ഗാർലിക്കും ഒരു ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു ഹാൻഡ്ഫുള്ളോളം മല്ലിയിൽ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ വേവിച്ച് വെച്ച ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം സോയാ സോസും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ഗാർലിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഗാർലിക്കും പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ കുറച്ച് ഒരു ഹാഫ് പീസ് സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചില്ലി ഫ്ലേക്സും അതുപോലെ ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂമും പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ കുറച്ച് സ്പിനാച്ച് നമ്മുടെ പാലക്കിൻ്റെ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അതിൽ തന്നെ വെന്തോളും. ഇനി വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് ഓയിലും ബട്ടറും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്കും കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് 1.5 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് നമ്മുടെ മഷ്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ബട്ടർ ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ. മെഷർമെൻ്റ് ഒക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവില്ല കേട്ടോ. താങ്ക് യു.